സംസ്ഥാനത്തെ ലഹരി മാഫിയയുടെ വേരറുക്കുമെന്നും അതിനായി സർക്കാർ ഏതറ്റം വരെയും പോകുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് നടന്ന വിമുക്തി ലഹരി വിരുദ്ധ റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോക ലഹരി വിരുദ്ധാചരണത്തോടനുബന്ധിച്ച് വിപുലമായ പരിപാടികളാണ് സംസ്ഥാന വ്യാപകമായി നടന്നത്. ലഹരിയെ വേരോടെ പിഴുതെറിയാൻ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ഓപ്പറേഷൻ തൂഫാൻ വിജയകരമായ ഘട്ടത്തിലാണ് ഇത്തവണ ലോക ലഹരി വിരുദ്ധ ദിനാചരണവും വന്നെത്തിയത്. തൂഫാന്റെ അനുബന്ധ പരിപാടികളാണ് സംസ്ഥാന വ്യാപകമായി നടന്ന ലഹരി വിരുദ്ധ ദിനാചരണത്തോടനുബന്ധിച്ച് പ്രഖ്യാപിക്കപ്പെട്ടതും. ലോക ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് നടന്ന വിമുക്തി ലഹരി വിരുദ്ധ റാലി മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. ലഹരിയെ പിഴുതെറിയാൻ ഏതറ്റം വരെയും പോകുമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം. ആ മാഫിയയെ മുഴുവൻ എവിടെ നിന്നാണ് ഇത് വരുന്നതെങ്കിലും, ഏത് സംസ്ഥാനത്തു നിന്നാണ് ഇത് വരുന്നതെങ്കിലും, ഏത് മാർഗത്തിലൂടെയാണ് വരുന്നതെങ്കിലും അതിനെ മുഴുവൻ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് ഇത് അവസാനിപ്പിക്കാനുള്ള ദൃഢനിശ്ചയത്തോടു കൂടിയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. കൊച്ചിയിൽ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിന സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി അബ്ദുൾ ഗഫൂർ നിർവഹിച്ചു. ചൈൽഡ് റീഹാബിലിറ്റേഷൻ സെന്ററുകൾ തുറക്കാനുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ടു പോകുമെന്നും മന്ത്രി പറഞ്ഞു. ഇതിന്റെ വ്യാപനം തടയുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഇതിന് അടിമപ്പെട്ടു പോയ ആളുകൾക്ക് കൃത്യമായി റീഹാബിലിറ്റേഷൻ കൊടുക്കേണ്ടത് നമ്മുടെ സമൂഹത്തിന്റെ ഒരു ഉത്തരവാദിത്തം കൂടിയാണ്. ആ ഉത്തരവാദിത്തം ഭംഗിയായി നിർവഹിക്കാൻ ശ്രമിക്കുന്ന ഒരു വകുപ്പാണ് സാമൂഹിക നീതി വകുപ്പ്. അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി കോഴിക്കോട് നടന്ന ഫണ്ട് റൺ റവന്യൂ മന്ത്രി AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ നഗരത്തിൽ ബഹുജന പങ്കാളിത്തത്തിൽ ലഹരി വിരുദ്ധ ഫണ്ട് റൺ സംഘടിപ്പിച്ചു. അമ്പലപ്പുഴ MLA G സുധാകരൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. അതേസമയം ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നിരവധി പേരാണ് ഓരോ ദിവസവും പോലീസിന്റെ വലയിലാകുന്നത്. ജൂൺ 2 ആരംഭിച്ച ഈ ഓപ്പറേഷന്റെ ഭാഗമായി സംസ്ഥാനത്തൊട്ടാകെ 3300-ലധികം പേർ അറസ്റ്റിലാവുകയും 3000-ലധികം കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. മലപ്പുറം കൊണ്ടോട്ടിയിൽ ഇന്ന് 780 ഗ്രാം MDMA-യുമായി യുവാവ് പിടിയിലായി. അരൂർ സ്വദേശി രതീഷാണ് പിടിയിലായത്. ലഹരിക്കടത്തിന് ഉപയോഗിച്ച സ്കൂട്ടറും പിടികൂടിയിട്ടുണ്ട്. കോട്ടയം വൈക്കം വെള്ളൂരിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ 3000 പാക്കറ്റ് നിരോധിത ലഹരി വസ്തുക്കൾ പിടികൂടി. വെള്ളൂർ പെരുവ സ്കൂൾ ഭാഗത്തു നിന്നുമാണ് കാറിൽ കടത്തുകയായിരുന്ന ലഹരി വസ്തുക്കൾ പിടികൂടിയത്. സംഭവത്തിൽ ഏറ്റുമാനൂർ സ്വദേശി വിനീഷ്, ഈരാറ്റുപേട്ട സ്വദേശി ഷിഹാബുദ്ദീൻ എന്നിവരെ അറസ്റ്റ് ചെയ്തു. പെരുമ്പാവൂരിൽ അതിഥി തൊഴിലാളിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ മരണകാരണം അമിതമായ ലഹരി ഉപയോഗമെന്ന നിഗമനത്തിലാണ് പോലീസ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം അമൃത ന്യൂസ് കോഴിക്കോട്.